യൂട്യൂബിൽ നിന്നും പണം ലഭിക്കുന്നത് എങ്ങനെ? ഹൗ ടു ഏൺ ഫ്രം യൂട്യൂബ്. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ബിഗിനേഴ്സ് ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ബിഗിനർ ആയി യൂട്യൂബിൽ വരുന്ന എല്ലാവർക്കും ഉള്ള ഒരു സ്വപ്നമാണ് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സിൻ്റെയും ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് നമ്മൾക്ക് പണം ലഭിക്കും എന്നുള്ള സ്വപ്നം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഈ പണം എങ്ങനെയാണ് നമ്മളുടെ ബാങ്കിലേക്ക് വരുന്നത്? അതിന് വേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണ്? നമ്മൾ ഇതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളൊക്കെയാണോ ശ്രദ്ധിക്കേണ്ടത്? ഇതൊക്കെ മുൻകൂർ അറിയാനാണ് വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത്. എന്തൊക്കെ കടമ്പകളാണ് കടക്കേണ്ടത് എന്ന് ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയാം. മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ഈ 2 ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സും ഹാഫ് മോണിറ്റൈസേഷൻ ആണ്. അപ്പോൾ ഇതിന് യാതൊരു ഫോക്കസും കൊടുക്കേണ്ടതില്ല. അതായത് ഹാഫ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ, അതായത് ഈ സൂപ്പർ ചാറ്റ് ഒക്കെ എനേബിൾ ആയാലും ആരും വന്നിട്ട് നിങ്ങൾക്ക് സൂപ്പർ ചാറ്റൊന്നും തരാനും പോകുന്നില്ല. ഇതിങ്ങനെ പറയാനുള്ള കാരണം, ആരും അങ്ങനെ ഡൊനേറ്റ് ചെയ്യില്ല. കാരണം നമ്മൾ പുതിയ ഒരു യൂട്യൂബിൽ വന്ന ഒരു ക്രിയേറ്ററാണ്. അങ്ങനെ വലുതായിട്ട് നമ്മൾക്ക് ആരെയും അറിയില്ല. പിന്നെ മെമ്പർഷിപ്പിനെ കുറിച്ച് പറഞ്ഞാൽ, നമ്മളെ കൊണ്ട് അവർക്ക് വല്ല യൂസും ഉണ്ടെങ്കിൽ മാത്രമേ ആരെങ്കിലും വന്നിട്ട് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുകയുള്ളൂ. ഇപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ള നമ്മൾ വരുമ്പോൾ ചെയ്യേണ്ടത്, കാരണം ഇങ്ങനെ നമ്മൾക്ക് ഈ തുടക്കത്തിൽ തന്നെ ആർക്കും വേണ്ട എന്തെങ്കിലും സർവീസ് ചെയ്യാൻ, അങ്ങനത്തെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടില്ലെങ്കിൽ ഈ മെമ്പർഷിപ്പ് കാര്യങ്ങളൊന്നും നടക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും പുതിയതായിട്ട് വരുന്നവർ വന്നിട്ട് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും കംപ്ലീറ്റ് ആക്കിയിട്ട് വാച്ച് പേജ് ആഡ്സ്, ഷോർട്സിൻ്റെ സൂപ്പർ ചാറ്റ്, ഈ മെമ്പർഷിപ്പ് എല്ലാം പ്രോപ്പറായിട്ട് എനേബിൾ ചെയ്തിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക. ഇതിനായിട്ട് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യണം. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഡോളർ കയറുന്നത് എങ്ങനെയാണ് കിട്ടുക എന്ന് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്. എൻ്റെ ചാനൽ വന്നിട്ട് മോണിറ്റൈസേഷൻ ആയാൽ മുമ്പിലിട്ട വീഡിയോവിൻ്റെ, അതായത് ഇപ്പോൾ 2 ലക്ഷം വ്യൂസൊക്കെ ഉള്ള വീഡിയോസിൻ്റെ ഡോളറൊക്കെ കിട്ടുമോ? അങ്ങനെ കിട്ടില്ല. എപ്പോഴാണോ ചാനൽ മോണിറ്റൈസേഷൻ ആകുന്നത് അവിടെ മുതൽ പഴയ വീഡിയോസ് ആയാലും പുതിയ വീഡിയോസ് ആയാലും ശരി, അതായത് അഡ്വർടൈസ്മെൻറ്റ് ഓടാൻ തുടങ്ങിയാൽ, ഇപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോയ്ക്ക് ഒരു 2 ലക്ഷം വ്യൂസ് വന്നാൽ അതിൻ്റെ ഏർണിങ്സ് കാണിക്കാനായിട്ട് നമ്മളുടെ ടാബിലോ സ്റ്റുഡിയോയിലോ ഒക്കെ കാണിക്കാനായിട്ട് കുറച്ച് ഡിലേ ആകും. അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അത് അപ്ഡേറ്റ് ആയിട്ട്, ഇല്ലെങ്കിൽ അത് കുറച്ച് സമയത്തിൽ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ചാനൽ മോണിറ്റൈസേഷനായി അഡ്വർടൈസ്മെൻറ്റ് എനേബിൾ ചെയ്തു തുടങ്ങി ഒരു 8 മിനിറ്റ് കൂടുതൽ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും മിഡ് റോൾസ് അഡ്വർടൈസ്മെൻറ്റ് ഇട്ടതിന് ശേഷം ചെക്കിംഗ് എന്ന ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകണം. ചെക്കിംഗ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. ചെക്കിങ് കംപ്ലീറ്റ് ആകാതെ നിങ്ങൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആ ചെക്കിങ് കംപ്ലീറ്റ് ആകുന്നത് വരെ നിങ്ങളുടെ വീഡിയോസ് ഓടിക്കൊണ്ടിരുന്നാൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതായത് ചെക്കിങ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ 2 ടിക്ക് മാർക്ക് വരും. ഒന്ന് കോപ്പി റൈറ്റ് ക്ലെയിമോ ഒന്നുമില്ല എന്നുള്ളതും, രണ്ടാമത് ചെക്കിങ്ങും. നിങ്ങളുടെ വീഡിയോസിന് ഒരു കുഴപ്പമില്ല, റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ള ഈ 2 കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏർണിങ്സ് തുടക്കത്തിൽ തന്നെ മിസ്സാകാതിരിക്കാനാണ് ഞാൻ ഈ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. ഇപ്പോൾ 100, 200, 300 എത്രയെങ്കിലും വ്യൂസ് ആയിട്ട് പോട്ടെ. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഏർണിങ്സൊക്കെ ഇപ്പോൾ ചെക്കിങ് മൊത്തം പ്രോപ്പറായിട്ട് ടിക്ക് മാർക്ക് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഡോളറൊക്കെ വരാൻ തുടങ്ങും. ഇപ്പോൾ നമ്മൾ മാർച്ച് മാസം 1-ാം തീയതി മുതലാണ് ചാനൽ മോണിറ്റൈസ് ആയത്. എന്നാൽ മാർച്ച് മാസത്തെ ഫുൾ റവന്യൂ നമ്മൾക്ക് കിട്ടുന്നത് ഏപ്രിലാണ്. അപ്പോൾ ഏതൊരു മാസത്തിൻ്റെ ഡോളർ കണക്കാക്കിയിട്ട് ആ ഒരു എമൗണ്ട് വന്നിട്ട് ആഡ്സെൻസിൽ ആഡ് ആകുന്നത് അടുത്ത മാസം 10-ാം തീയതിക്ക് അടുപ്പിച്ചാണ്. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്, ഈ ആഡ്സെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
അതറിയേണ്ട അഡ്സെൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഗൂഗിളിൻ്റെ തന്നെയാണ് അഡ്സെൻസും. ഈ അഡ്സെൻസ് വഴിയാണ് നമ്മളുടെ ചാനൽ ലിങ്കായി പേയ്മെൻറ്റ്, ബാങ്ക് ഡീറ്റെയിൽസ്, വെരിഫിക്കേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബും അഡ്സെൻസും എല്ലാം തന്നെ ഗൂഗിളിൻ്റേതാണ്. ഇപ്പോൾ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആഡ്സെൻസിൻ്റെ അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഇമെയിൽ തന്നെ ഉപയോഗിച്ചിട്ടാണ്, ഇല്ലെങ്കിൽ നമ്മളുടെ മെയിൽ ID ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മളുടെ പേരിൽ നിലവിൽ അഡ്സെൻസ് അക്കൗണ്ട് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമ്മൾക്ക് പുതുതായിട്ട് അഡ്സെൻസ് ഇമെയിൽ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് ക്ലിയറായിട്ട് ചെയ്തില്ലെങ്കിൽ ആദ്യം പോയി നിങ്ങൾ ടാക്സിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കും. നിങ്ങളുടെ അഡ്രസ്സ് അവിടെ ചോദിക്കുന്നത് ലൈൻ 1, ലൈൻ 2 അതിലേക്ക് പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷനിൽ എന്താണോ കൊടുത്തത് അതായിരിക്കും വരിക. അപ്പോൾ ഇതിൽ പ്രോപ്പർ ആയി അഡ്രസ്സ് കൊടുത്താൽ ടാക്സ് ഇൻഫർമേഷനിലും നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള പാൻ കാർഡ് കൊടുക്കണം. അതായത് പുതിയ ടാക്സ് ഇൻഫർമേഷനിൽ നിങ്ങളുടെ ID സബ്മിറ്റ് ചെയ്യണം. അതായത് സാധാരണ ID എന്ന് പറയുമ്പോഴേക്കും പാസ്പോർട്ടോ പാൻ കാർഡോ ആധാർ കാർഡോ ഇതൊക്കെ ആയിരിക്കും. നിങ്ങളുടെ അഡ്സെൻസിൽ സെയിം നെയിമുള്ള ആ നെയിം തന്നെയുള്ള ID ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അത് ടാക്സ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് ID സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് റിവ്യൂവിന് അയക്കും. യൂട്യൂബ് റിവ്യൂവിന് അയച്ച് അത് സക്സസ് ആവും. പിന്നെ വന്നിട്ട് ID വെരിഫിക്കേഷനാണ്. ആഡ്സെൻസിൽ $10 ആയതിന് ശേഷമാണ് സാധാരണ ID വെരിഫിക്കേഷൻ. അപ്പോൾ അതിന് മുമ്പും ചാനലിൻ്റെ റീച്ച് അനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ആഡ്സെൻസിലും വരും, ഹോം പേജിലും രണ്ടിലും വരാറുണ്ട്. അപ്പോൾ മിക്കവാറും ഇമെയിലിലും കിട്ടും. ഇത് കഴിഞ്ഞ് ID വെരിഫിക്കേഷൻ സക്സസ് ആയാൽ 4 ആഴ്ചയ്ക്കുള്ളിൽ പിൻ ലെറ്റർ വരും. 4 ആഴ്ചയിൽ പിൻ ലെറ്റർ കിട്ടിയാൽ അത് നമ്മൾക്ക് എൻട്ര ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെയും റീസെറ്റ് ചെയ്യാം. ഒരു തവണ നമ്മൾ എൻട്ര ചെയ്യുന്നത് തെറ്റിപ്പോയാൽ 2 തവണ കൂടി ചെയ്യാനായിട്ട് 3 ട്രിപ്പാണ് ടോട്ടലായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ID വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ 4 ഭാഗവും കാണുന്നത് പോലെ നമ്മൾ വെരിഫൈ ചെയ്യണം. ഫ്രണ്ടും ബാക്കും ഒക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് വന്നിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബാങ്കിൽ പോയിട്ട് ആദ്യമേ തന്നെ ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡ് നമ്മൾ ചോദിച്ചിട്ട് വാങ്ങിക്കണം. അതായത് വിദേശ നാണയമോ വിദേശ മണിയോ ഫോറിൻ മണി ട്രാൻസാക്ഷൻസിനൊക്കെ പെർമിഷൻ വേണമെങ്കിൽ നമ്മൾ ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡ് വാങ്ങിച്ചിട്ട് അതുവഴിയായിരിക്കും അഡ്സെൻസിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരുന്നത്. ഇപ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം എപ്പോഴും നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. കാരണം നമ്മൾ കൊടുത്താൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇപ്പോൾ അത് ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആയിട്ട് പോകും. ക്ലിയർ ആയില്ലെങ്കിൽ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് ഒന്നും കൂടെ ഉണ്ടാകും. പിന്നെ പ്രൈമറി എന്നുള്ള ടിക്ക് മാർക്കൊക്കെ ഓക്കെ കൊടുത്താൽ അതിലോട്ടാണ് പിന്നെ ക്യാഷ് വരുന്നത്. ധാരാളം പേരുടെ ഒരു സംശയം ഇവിടെ വരുന്നത്, ഒരാളുടെ പേരിൽ നമ്മൾ അഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ അയാളുടെ പേരിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കണോ, ഇല്ലെങ്കിൽ ആരുടെ പേരിലാണ് ബാങ്ക് അക്കൗണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയില്ല. അഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെ പേരിൽ തന്നെ ഉള്ള ബാങ്ക് അക്കൗണ്ട് കൊടുക്കണം എന്നുള്ള ആവശ്യമില്ല. ഏത് ബാങ്ക് അക്കൗണ്ട് നമ്മൾ കൊടുത്താലും അത് ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ മോണിറ്റൈസേഷൻ, ഈ ആഡ്സെൻസ് അക്കൗണ്ട്, ഇതിനെ പറ്റിയുള്ള എങ്ങനെയാണ് നമ്മൾ മോണിറ്റൈസേഷൻ വഴി ഈ പണം നമ്മൾക്ക് ലഭിക്കുന്നത്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തതയോട് കൂടി തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് എന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിനു മുമ്പിലുള്ള പഴയ വീഡിയോസൊക്കെ പലരും എന്നോട് പറഞ്ഞ് അവർ എപ്പോഴാണ് സബ്സ്ക്രൈബ് ചെയ്തത് അത് തൊട്ടുള്ള വീഡിയോസ് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾ ഈ അതിന് മുമ്പിൽ ഇട്ടിട്ടുള്ള ധാരാളം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ അതായത് അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. പ്രധാനമായിട്ട് നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ പോയി ഒന്ന് കാണുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ പലരുടെയും ലൈവ് ചാറ്റിലൊക്കെ അവർ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നിങ്ങൾ എൻ്റെ ചാനലിൽ വന്ന് വീഡിയോസ് കാണാൻ പറയുക. അപ്പോൾ കാരണം കൂടുതലും ഈ ലൈവ് ചാറ്റിലൊക്കെ നമ്മൾ ഈ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ അതിന് ധാരാളം ടൈം കൺസ്യൂമിങ് ആവും. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു ചാറ്റ് പോലെ ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ വന്നിട്ട് ഗ്രൂപ്പിലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ വന്നിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റയിൽ കൂടെ കമൻസ് ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാലും മതി. തീർച്ചയായിട്ടും ഞാനത്
എനിക്ക് അറിയാവുന്ന രീതിയിലാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ക്ലിയർ ചെയ്തു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും ഞാൻ വൈകുന്നേരം ലൈവിൽ വരാറുണ്ട്. അപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഓൺലി ലൈവാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ ലൈവിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രീ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ലൈവിൽ ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ എന്നും നിങ്ങളുടെ മുമ്പിൽ രാവിലെ 9 മണിക്കോ വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ട് 6:10 നമ്മളുടെ ഒരു ലൈവ് സെക്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വളരെ നല്ല നല്ല കമൻസ്, ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലുള്ള വളരെ നല്ല എൻകറേജ്മെൻറ്റ്, അപ്രീസിയേഷനൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും ഈ സ്നേഹം എന്നും ഇതുപോലെ നിലനിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.